രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലാണെന്ന് നമുക്കറിയാം. അങ്ങനെ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ്. രണ്ട് പ്ലെയിൻസ് കണ്ടോ, ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ ആ ചെയ്യുന്നിടത്ത് നമുക്കൊരു ലൈൻ കിട്ടും. ഒപ്പം ആ രണ്ട് പ്ലെയിൻസിനിടയിൽ നമുക്കൊരു ആംഗിളും കിട്ടും. ആ ആംഗിൾ ഒന്നുകിൽ ഒരു 90 ഡിഗ്രിയുടെ താഴെ ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അക്യൂട്ട് ആംഗിളാണോ ഒബ്റ്റ്യൂസ് ആംഗിളാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് രണ്ട് പ്ലെയിൻസിനിടയിലുള്ള അക്യൂട്ട് ആംഗിളിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ രണ്ട് പ്ലെയിൻസിൻ്റെ നോർമൽ വെക്റ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ആ നോർമൽ വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കും ഈ പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് പ്ലെയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പ്ലെയിൻസിൻ്റെയും നോർമൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. N1 N2 എന്നതിനെ വിളിക്കുന്നു. അപ്പോൾ പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നെയാണ് നോർമൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ N1 N2 ഇടയിലുള്ള ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അക്യൂട്ട് ആംഗിൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ അക്യൂട്ട് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ cos θ = മോഡുലസ് ഓഫ് N1 · N2 norm of N1 × norm of N2 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ കിട്ടാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: ഫൈൻഡ് ദ അക്യൂട്ട് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ദ ടു പ്ലെയിൻസ് 2x - 4y + 4z = 6 6x + 2y - 3z = 4. നമുക്ക് ഫസ്റ്റിലെ വേണ്ടത് ഈ രണ്ട് പ്ലെയിൻസിൻ്റെ നോർമൽസ് ആണ്. നോർമൽസ് കിട്ടിയാൽ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നോർമൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്ലെയിനിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് 2 - 4 4 എന്ന് കിട്ടും. അതാണ് നമ്മുടെ N1 എന്ന് പറയുന്ന വെക്ടർ. അതേപോലെ സെക്കൻഡ് പ്ലെയിനിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസ് എടുക്കുമ്പോൾ N2 എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കിട്ടും. N2 N1 കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. cos θ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് θ 79 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലെ തന്നെ ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലമാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക നമ്മൾ 2-3 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ രണ്ട് പ്ലെയിൻസിൻ്റെയും നോർമൽസ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ നോർമൽസിൻ്റെ രണ്ടിനെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ആ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന വെക്ടറിനെ നമ്മൾ V എന്ന് വിളിച്ചു. V എന്ന് പറയുന്ന വെക്ടർ N1-ൻ്റെയും N2-ൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ Vയുടെ പ്രത്യേകത എന്താ? V എന്ന് പറയുന്നത് N1 പെർപെൻഡിക്കുലർ ആണ്, N2-നോടും പെർപെൻഡിക്കുലർ ആണ്. N1 എന്ന് പറയുന്ന ഫസ്റ്റ് പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ N1 perpendicular to first plane and V is perpendicular to N1. അത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ what we get is V is parallel to the first plane. ഇതേപോലെ N1 is perpendicular to N2 and N2 is perpendicular to the second plane. അത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് V is parallel to the second plane എന്ന് കിട്ടും. അങ്ങനെ V ഫസ്റ്റ് പ്ലെയിനോടും പാരലൽ ആണ്, സെക്കൻഡ് പ്ലെയിനോടും പാരലൽ ആണ്. ഫസ്റ്റ് പ്ലെയിനിൻ്റെ സെക്കൻഡ് പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷനാണ് L എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ V എന്ന് പറയുന്ന ലൈൻ വെക്ടർ എന്ന് പറയുന്നത് L എന്ന് പറയുന്ന ലൈനിനോട് പാരലലാണ്. അപ്പോൾ L എന്ന് പറയുന്ന ലൈനിനോട് പാരലലായ ഒരു വെക്ടർ നമുക്ക് കിട്ടി. ഇനി L എന്ന് പറയുന്ന ലൈൻ കടന്നു പോകുന്ന ഒരു പോയിൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച തിയറി അനുസരിച്ച് L എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കാം. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് L എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് L എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിൻ്റ് വേണം. നമുക്ക് ആകെ അറിയാവുന്ന Lന് പാരലലായിട്ടുള്ളൊരു വെക്ടറാണ്. അപ്പോൾ Lലുള്ള ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് L ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് പ്ലെയിൻ XY പ്ലെയിനോ YZ പ്ലെയിനോ XZ പ്ലെയിനോ അങ്ങനെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് പ്ലെയിനുമായിട്ട് L ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആദ്യം നമ്മൾ XY പ്ലെയിൻ എടുത്തു. XY പ്ലെയിനുമായിട്ട് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം XY പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് Z ആക്സിസ് നിൽക്കുന്നത്. അപ്പോൾ Z ആക്സിസിലെ ഏതെങ്കിലും ഒരു വെക്ടർ എടുത്തു. Z ആക്സിസിലെ വെക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു വെക്ടറാണ് 0 0 1 എന്ന് പറയുന്ന വെക്ടർ. ഏത് വെക്ടർ വേണമെങ്കിലും എടുക്കാം. നമ്മൾ 0 0 1 എന്ന് പറയുന്ന Z ആക്സിസിലെ വെക്ടർ എടുത്തു. അപ്പോൾ L എന്ന് പറയുന്ന ലൈനിന് പാരലലാണ് V എന്ന ആശയം വെച്ചിട്ട്
വിയും ഈ 0, 0, 1 എന്ന് പറയുന്ന വെക്ടറും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടി. 28 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വി എന്ന് പറയുന്ന വെക്ടർ ഇസഡ് ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ ഇസഡ് ആക്സിസ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വി എന്ന് പറയുന്ന വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ ഇതെങ്ങനെയോ ഇങ്ങനെ എവിടെയോ ചരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വിക്ക് പാരലലാണ് എൽ എന്ന് പറയുന്ന ലൈൻ. ഇത് വി എന്ന് പറയുന്ന വെക്ടറാണ്. അപ്പോൾ ഈ വിക്ക് പാരലലാണ് എൽ എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ എൽ എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലെങ്ത് ആണല്ലോ, അതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇസഡ് ആക്സിസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എക്സ് വൈ പ്ലെയിന് ഇവിടെ എവിടെയോ ഇസഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് വൈ പ്ലെയിൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഈ എൽ എന്ന് പറയുന്ന ലൈൻ എക്സ് വൈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അത് അപ്പം ഇസഡ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. അപ്പം ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് വൈ പ്ലെയിനിൽ കൂടി ഈ ലൈൻ കടന്നു പോകുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. അപ്പോൾ എൽ എന്ന് പറയുന്ന ലൈൻ എക്സ് വൈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ രണ്ട് പ്ലെയിനിൻ്റെ ഇക്വേഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യും ഈ എൽ എന്ന് പറയുന്ന ലൈൻ എടുക്കുമ്പോൾ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ഈ രണ്ട് പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2x - 4y = 6 എന്നും 6x + 2y = 4 എന്നും കിട്ടും. അങ്ങനെ രണ്ട് ഇക്വേഷൻസിന് 2 വേരിയബിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഒരു വാല്യൂ കിട്ടും. അങ്ങനെ ആ വാല്യൂസും ഇസഡ് ഈക്വൽ ടു 0 കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് എല്ലിലുള്ള ഒരു പോയിന്റ് കിട്ടുന്നത്. എല്ലിലുള്ള ഒരു പോയിന്റ് കിട്ടി, എല്ലിന് പാരലലായിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കിട്ടി. ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് എല്ലിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്.